അടുത്ത വാർത്തയിലേക്ക് പോയാൽ രാഹുൽ ഗാന്ധിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾക്ക് കേന്ദ്ര സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് കോൺഗ്രസ്. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോയുമാണ് കുറച്ച് സമയത്തേക്ക് നീക്കിയത്. എന്നാൽ ആരോപണങ്ങൾ IT മന്ത്രാലയം തള്ളുകയാണ്. താൽക്കാലിക വിലക്കിന് പിന്നിൽ കേന്ദ്ര സർക്കാരല്ല എന്നും ഇൻസ്റ്റഗ്രാമിന് സംഭവിച്ച പിഴവാണ് കാരണമെന്നുമാണ് വിശദീകരണം. നോബിൾ മാരിക്കാരൻ തന്നെയാണ് ചേർന്ന് വിവരങ്ങൾ നൽകാൻ. നോബിൾ, അപ്പോൾ ഇന്നലെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ ഭരിച്ചത് വിജയുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട സിനിമാറ്റിക് രംഗങ്ങളായിരുന്നു. രാഹുൽ ഗാന്ധി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾക്കൊക്കെ നിമിഷങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് ലൈക്കും റീച്ചും ഒക്കെ കിട്ടുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത്? ഷിയാസ്, ഇന്നലത്തെ സോഷ്യൽ മീഡിയ താരം എന്ന് പറയുന്നത് വിജയ് തന്നെയായിരുന്നു. സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് വന്ന റീലുകൾ, ചിത്രങ്ങളൊക്കെ മില്യൺ കണക്കിന് ആളുകളാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കണ്ടത്. എന്നാണെങ്കിൽ രാഹുൽ ഗാന്ധിയും ഇത്തരത്തിൽ ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട റീലുകളും ഫോട്ടോകളൊക്കെ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിരുന്നു. ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ട വീഡിയോയ്ക്ക് റീലിന് ഏറെക്കുറെ 1 മണിക്കൂർ കൊണ്ട് തന്നെ 12 മില്യൺ വ്യൂ അടക്കം ഉണ്ടായി. ചിത്രങ്ങൾക്ക് 46 മില്യൺ വ്യൂ ഒക്കെ വന്നിരുന്നു. പക്ഷേ കുറച്ച് സമയത്തേക്കാണെങ്കിലും ഈ പോസ്റ്റുകൾ അപ്രത്യക്ഷമാവുന്ന ഒരു സാഹചര്യം ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായി എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. നിയന്ത്രണങ്ങൾ കുറച്ച് സമയത്തേക്കാണെങ്കിൽ പോലും ഈ പോസ്റ്റുകൾക്ക് ഏർപ്പെടുത്തി. അത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ മൂലമാണ് എന്ന് കോൺഗ്രസ് വിമർശനം ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് ഈ വിജയുമായി ബന്ധപ്പെട്ട് വിജയ്ക്കൊപ്പം വേദി പങ്കിട്ടതടക്കമുള്ള ദൃശ്യങ്ങളും ഫോട്ടോകളൊക്കെയാണ് ഇത്തരത്തിൽ ഉണ്ടായത്. ഇതിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇത് കൃത്യമായൊരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ്, പ്രതിപക്ഷ നേതാവിന് എതിരായ ഒരു നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നു. അതേസമയം കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ഈ ആരോപണങ്ങളെ തള്ളുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്താൻ കേന്ദ്രം ഇടപെട്ടിട്ടില്ല എന്നാണ് കേന്ദ്ര IT മന്ത്രാലയം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടായത്. അതിൽ കേന്ദ്ര സർക്കാരുമായി ഒരു ബന്ധവുമില്ല എന്നുകൂടി IT മന്ത്രാലയം വ്യക്തത വരുത്തുന്നതാണെങ്കിലും അല്പസമയത്തിനകം വീണ്ടും തന്നെ ഈ പോസ്റ്റുകൾ തിരിച്ചെത്തുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപാട് വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ വൈറലായിക്കൊണ്ടിരുന്ന സമയത്താണ് ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നാണ് രാഹുൽ ഗാന്ധിയുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ ആരോപണം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. നോബിൾ, ഇത് പെട്ടെന്ന് തന്നെ ശ്രദ്ധയിൽ വന്നൊരു കാര്യം കൂടിയാണ്. കാരണം രാഹുൽ ഗാന്ധിയും വിജയും ഒപ്പം നിൽക്കുന്ന വീഡിയോകളും AI ഉപയോഗിച്ച് ഇവരെ രണ്ടുപേരെയും വെച്ചുള്ള വീഡിയോകളും ഒക്കെ ഇന്നലെ തരംഗമായി മാറിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ വിജയ്ക്കൊപ്പമുള്ള ചിത്രമിടുന്നു, അത് കുറച്ച് സമയങ്ങൾക്കകം അപ്രത്യക്ഷമാകുന്നു എന്നുള്ളത് വലിയ ചർച്ചയായി മാറിയൊരു വിഷയമാണ്. തീർച്ചയായും രാഹുൽ ഗാന്ധിയും വിജയ് നിൽക്കുന്ന ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഒക്കെ വലിയ തരത്തിൽ ഇന്നലെ വൈറലായതാണ്. വലിയ ഷെയറൊക്കെ ആ ദൃശ്യങ്ങൾക്കും ചിത്രങ്ങൾക്കും ഉണ്ടായിരുന്നതാണ്. അതിനിടയിലാണ് ഈ പറഞ്ഞ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കുറേ സമയത്തേക്കാണെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രത്യേകിച്ചൊരു പീക്ക് ടൈമിൽ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് വഴി ഒരുപാട് ആളുകളിലേക്ക് അത് എത്താതിരിക്കാനുള്ളൊരു നീക്കമാണ് നടത്തിയത് എന്നാണ് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലെ ഒരു ആരോപണം. അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് കൂടി കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ സർക്കാരിന്റെ ഭാഗമാവുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായി അതിൽ കേന്ദ്ര സർക്കാരിന്റെ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം സമൂഹ മാധ്യമങ്ങളിൽ ഏർപ്പെടുത്തിയത്, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഏർപ്പെടുത്തിയത് എന്ന ആരോപണമാണ് കോൺഗ്രസ് ശക്തമായി തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. ആണെങ്കിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണമായി ഈ വാദങ്ങളെ തള്ളുകയാണ്. ഒരു ഇടപെടലും ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നതാണ് IT മന്ത്രാലയം ഇപ്പോൾ വിശദീകരണമായി ഇക്കാര്യത്തിൽ നൽകുന്നത്. ഇൻസ്റ്റാഗ്രാമിന്റെ ആന്തരിക സംവിധാനത്തിൽ ഉണ്ടായ ഒരു പിഴവോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറോ മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി രാഹുൽ ഗാന്ധി ഇൻസ്റ്റാഗ്രാം പേജിൽ ഉണ്ടായത് എന്നാണ് കേന്ദ്രത്തിന്റെ ഒരു വിശദീകരണം. നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾക്കാണ് ഒരു നിയന്ത്രണം വന്നത്, പിന്നീട് തിരിച്ചെത്തിയെങ്കിലും ഇന്നലെ പ്രത്യേകിച്ച് വിജയ് തരംഗം സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിനാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണം വന്നത്.